കോഴിക്കോട് താമരശ്ശേരിയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി യാസിറിനെ പോലീസ് പിടികൂടി. മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. അഭിന പി ചിറക്കലുണ്ട് വിവരങ്ങളുമായി. അഭിന, ഇനി അങ്ങോട്ടുള്ള പോലീസ് നടപടികൾ എങ്ങനെയൊക്കെയാണ്? മാത്രമല്ല, ഈ ലഹരി വലിയ രീതിയിലൊരു വെല്ലുവിളി തന്നെ തീർത്തിരിക്കുന്നു ഈ ഒരു സംഭവത്തിൽ. അല്ലെങ്കിൽ ലഹരിയാണ് ഈ ഒരു കേസിലെ വില്ലൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? തീർച്ചയായും താമരശ്ശേരിയിൽ നിന്നും വരുന്നത് ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങൾ പിന്നിടുമ്പോഴും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ വലിയ ആശങ്കയും അതുപോലെ തന്നെ വലിയ ദുഃഖകരമാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നേരത്തെ ഈ ആഷിഖിന്റെ ഈ ജനുവരി ആദ്യ വാരത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ആഷിഖ് ഉമ്മാനെ കൊലപ്പെടുത്തിയ ആഷിഖിന്റെ കേസായിരുന്നു. ഈ ആഷിഖും അതുപോലെ തന്നെ ഇന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ യാസിറും സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്നും വന്നിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഇന്നലെ ഈ ഷിബിലയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലേക്കൊക്കെ ഒരു അന്വേഷണം നീണ്ടു കഴിഞ്ഞാൽ പോലീസിന് കൃത്യമായ രീതിയിൽ പ്രതികളെ കണ്ടെത്തി ഈ ഒരു രാസലഹരി വരുന്നത് ഈ ഒഴുക്ക് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തടയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ആഷിഖിന് ശേഷം വന്നിരിക്കുന്ന യാസിറാണ്. യാസിറും ആഷിഖും ഉറ്റ സുഹൃത്തുക്കളാണ്. ഈ ഉറ്റ സുഹൃത്തുക്കളെ രണ്ടാമത്തെ വ്യക്തിയാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം കഴിഞ്ഞ ദിവസം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ പിടികൂടാവുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ യാസിറിന്റെ ഭാര്യ ഷിബില നേരത്തെയും താമരശ്ശേരി പോലീസിൽ ഒരു പരാതി നൽകിയിട്ട് അത് ഗൗരവത്തോടു കൂടി എടുക്കാതിരുന്നതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ഈ ഒരു പരാതിയിൽ കൃത്യമായി പറയുകയുണ്ടായി, ഇതിനു മുൻപും യാസിർ പലതവണ ഷിബിലയെ ആക്രമിച്ചിട്ടുണ്ടെന്നും ഷിബിലയുടെ സ്വർണ്ണാഭരണങ്ങൾ അടക്കം കവരുകയും അതോടൊപ്പം തന്നെ കൊടുവള്ളിയിലെ ഒരു സ്വകാര്യ ബാങ്കിൽ കൊണ്ട് പണയം വെക്കുകയും പിന്നീട് ആ പണം ഉപയോഗിച്ച് ദൂർത്തടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ ഷിബില മറ്റൊരു കാര്യം കൂടെ പറയുകയുണ്ടായി. അതായത് ഈ യാസിറിന്റെ പിതാവ് യൂസഫ് പലതവണ ഇത്തരത്തിൽ ഷിബിലയെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ യാസിറിന്റെ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഒത്താശ നൽകുന്നതും പിതാവാണ് എന്നുള്ളതടക്കം ഷിബില ഈ പരാതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും കൃത്യമായ ഒരു നടപടി എടുക്കാൻ പോലീസിനെ കൊണ്ട് എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളതും പോലീസിന്റെ ഭാഗത്ത് നിന്നും വരുന്ന വലിയൊരു അനാസ്ഥയാണിതെന്നും ഈ ഒരു അനാസ്ഥയുടെ ഇരയാണ് ഇന്നലെ മരിച്ച ഷിബില എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഈ ഷിബിലയുടെ പിതാവും മാതാവും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഷിബിലയും അതുപോലെ തന്നെ യാസിറും പിണങ്ങി ഷിബിലയുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചു വന്നിരുന്നത്. ഈ യാസിറിന്റെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗം തന്നെയാണ് ഇവരെ ഇത്തരത്തിലേക്ക് ഈ ബന്ധം തന്നെ വേർപിരിയാൻ ഇടയാക്കിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷിബിലയുടെ വീടിനടുത്തുള്ള ബന്ധുക്കളും നാട്ടുകാരെല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. നിരവധി തവണ യാസിർ ഷിബിലയുടെ വീട്ടിലേക്ക് എത്തി ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പണം ആവശ്യപ്പെടുകയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുകയും വലിയ രീതിയിലുള്ള ബഹളം തന്നെയാണ് ഈ വീട്ടിൽ നിന്നും ഉണ്ടാകാറുള്ളത് എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു മകളുണ്ട് ഇരുവർക്കും. ഈ മകൾക്ക് 1 വയസ്സുള്ളപ്പോഴായിരുന്നു ഈ ഒരു പിറന്നാൾ ആഘോഷത്തിന് യാസിറിനെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷിബിലയുടെ വസ്ത്രങ്ങൾ എടുത്ത് കത്തിക്കുകയും അത് വാട്സപ്പ് വഴി അയച്ചു നൽകുകയും പിന്നീട് വീട്ടിലേക്ക് എത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ നാട്ടുകാരെല്ലാവരും വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കാനുണ്ടായതും അത് തന്നെയാണ്. അതായത് ലഹരി ഉപയോഗത്തിലാണ് യാസിർ കൂടുതൽ കുറ്റവാളിയാവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ആക്രോശമാവാനും ക്രൂരനാവാനും ശ്രമിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം. എന്നിട്ട് പോലും ഷിബില ഈ ഒരു പരാതി നൽകിയിട്ട് എന്തുകൊണ്ട് താമരശ്ശേരി പോലീസ് ഇതിൽ പരാതി കൃത്യമായി എടുത്തില്ല എന്നുള്ളതും വലിയൊരു ചോദ്യം തന്നെയാണ്. അത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയേറെ പരാതി നൽകിയിട്ടും പലതവണ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ഉണ്ടായിട്ട് പോലും പോലീസ് ഇത് കണ്ണടയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ യാസിറിന്റെ സുഹൃത്താണ് ആഷിഖ്. എന്നിട്ട് പോലും പോലീസ് ഇത് കൃത്യമായി അന്വേഷണം നടത്താതെ എന്തുകൊണ്ട് കണ്ണടച്ചു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇന്നലെയാണ് യാസിറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടുന്നത്. ഈ ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് യാസിറിനെ പിടികൂടിയിട്ടുള്ളത്. നാട്ടുകാരെല്ലാവരും വളഞ്ഞ ഒരു ഘട്ടം തന്നെയായിരുന്നു കാറിനുള്ളിൽ വെച്ച്. ഏതായാലും പോലീസ് ഇന്നലെ 1 മണിയോടുകൂടി തന്നെ താമരശ്ശേരി പോലീസിനെ കൈമാറുകയും വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇനിയുള്ളത് യാസിറുമായി കക്കാട്ടെ ഷിബിലയുടെ വീട്ടിലെത്തി തെളിവെടുപ്പാണ് നടത്തേണ്ടത്. ഈ തെളിവെടുപ്പ് നടത്തുന്നതിനായി ഫോറൻസിക് വിദഗ്ധരടക്കം
താമരശ്ശേരിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. അതോടൊപ്പം തന്നെ ഇനി ഈ യാസിറിന്റെ മൊഴിയാണ് ഇനി നിർണായകമാവുക. ഇന്നലെ ഈ നോമ്പ് സമയത്താണ് യാസിർ ഈ ഒരു കുറ്റകൃത്യത്തിനുള്ള ഒരു സമയം തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഈ നോമ്പുതുറ സമയമാകുമ്പോൾ എല്ലാവരും വീട്ടിനുള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യം നടത്താൻ വളരെ എളുപ്പമാണ്. അതോടൊപ്പം തന്നെ വീട്ടുകാരും മറ്റുള്ള നാട്ടുകാരും ആരും തന്നെ എത്തില്ല എന്നുള്ളത് കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടിയാണ് യാസിർ ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ കൃത്യം 6:40 തന്നെയാണ് യാസിർ പുതിയൊരു കത്തി വാങ്ങിച്ച് വീട്ടിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ ഈ വീട്ടിലേക്ക് പോകുന്നത് വഴി ഒരു പെട്രോൾ പമ്പിൽ നിന്നും 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് അതിന് പണം നൽകാതെ മുങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇന്നലെ ഈ കൊലപാതകം നടത്തുന്നതിന് തൊട്ട് മുൻപെയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ യാസിർ നടത്തിയിട്ടുള്ളത്. പിന്നീടാണ് വീട്ടിലെത്തി പുതിയൊരു കത്തി വാങ്ങി വീട്ടിലെത്തി ഷിബിലയെ കുത്തുന്നതും അതുപോലെ തന്നെ ഇത് തടയാൻ ശ്രമിച്ച മാതാവിനെയും പിതാവിനെയും കുത്തി പരിക്കേൽപ്പിക്കുകയും പിതാവിന്റെ സ്ഥിതി ഇന്നലെ വളരെ ഗുരുതരമായിരുന്നു. പക്ഷേ ഇന്നലെ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാതാവും ഇപ്പോൾ അപകടനില എല്ലാം തരണം ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാളിദാസ്. ശരി, അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.